ലേഡീസ് ഹറാസ്മെന്റ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണല്ലോ സാർ. അത് ഒരു പുതിയ വിഷയമല്ലല്ലോ അത് കാലാകാലങ്ങളിലായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ബാലൻ സിനിമ മുതൽ തുടങ്ങിയ കാര്യം തന്നെയാണത്. ഈ ഹറാസ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് സെക്ഷൽ ഹറാസ്മെന്റ് ആയിരിക്കുമല്ലോ. അത് പുതിയൊരു വിഷയമൊന്നും അല്ല. അത് കാലാകാലങ്ങളിലായിട്ട് അതിന് ശരിക്കും പറഞ്ഞാൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട പല നല്ല വേറെ വിഷയങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് പക്ഷേ ആരും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ല എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് കമ്മിറ്റി കൃത്യമായിട്ട് 15 എന്നൊരു നമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് അവരാരൊക്കെയാണെന്നുള്ളത് അവരുടെ ഉള്ളിൽ മാത്രമുള്ള ഒരു രഹസ്യമായിട്ടാണ് തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം അതിന്റെ പല രേഖകളും വെളിയിൽ വരാത്തിടത്തോളം കാലം. പിന്നെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ ആളൊന്നും അല്ല ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. ആണോ? അല്ല. ഇതിനു മുമ്പ് 2015 ആണെന്ന് തോന്നുന്നു വിനയന്റെ ഒരു വിധി, അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. ആ ജഡ്ജ്മെന്റിനാല് എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൽ വിനയൻ പരാതി കൊടുക്കുക. അതിന്റെ പുറത്ത് ആ ജഡ്ജ്മെന്റിൽ എത്ര പേർക്കാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇപ്പോൾ പിഴ ശിക്ഷ ഈടാക്കിയിട്ടുണ്ട് അവരുടെ നിന്ന്. അതിന്റെ അർത്ഥം എന്താണ്? അത് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ ആൾക്കാരാണ്. അവരുടെ ജാതകവും അവരുടെ പേരും അവരുടെ അക്കൗണ്ട് നമ്പറും വരെ അതിനകത്തുണ്ട്. ഇപ്പൊ പറഞ്ഞു വരുന്ന ഒരു ആരോപണം ഒരു മന്ത്രി അടക്കമുള്ളവരാണ് ഈ പവർ ഗ്രൂപ്പ് എന്നാണ്. അങ്ങനെ ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടോ? പുറമേ വരുന്നത് നമ്മൾ പറയരുത്. നിഗമനം ഒരിക്കലും എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ അല്ല. ഹേമ കമ്മിറ്റി അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ വാചകത്തിൽ നമുക്ക് പിടിക്കാം. ഹേമ കമ്മിറ്റി എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മറ്റൊരു കാര്യം, അല്ല അങ്ങ് ചോദിച്ച വിഷയത്തിന് അപ്പൊ പിന്നെ അതിനെ കുറിച്ച് എനിക്ക് മറുപടിയില്ല. അതേന് ഞാൻ ചോദിച്ചേ. അങ്ങ് ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. തന്നെ ഒരു കാര്യമുണ്ട്, അതിലിപ്പോ പേരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആത്മസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് അവിടെ വാ. അങ്ങനെ അല്ല, മന്ത്രി എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല. പ്രസിഡന്റ് എന്ന് പറയുന്നത് നിലവിൽ മന്ത്രിയാണ്. അതെന്റെ കുറ്റമല്ല. അത് ആത്മ പ്രസിഡന്റ്, ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ആരാന്ന് പറയാൻ പറ്റുമോ? ആരാണ്? അതായത് ആദ്യമേ സോമേട്ടൻ ഇരുന്നിട്ടുണ്ട്, മധുസാർ ഇരുന്നിട്ടുണ്ട്, പിന്നെ ഇന്നസെന്റ് ഇരുന്നിട്ട്, ലാലേട്ടനുണ്ട്, അങ്ങനെ പലരും മാറി ഇരുന്നിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെയാണ്? അതെന്തുകൊണ്ടാണ്? അതിനകത്ത് ബൈലോയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആയുഷ്കാല പ്രസിഡന്റ്. അതുകൊണ്ടാണ് ഞാനും പറയുന്നു അദ്ദേഹമാണ്. ഇവന്റെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. എയർപോർട്ടിൽ തുടക്കം മുതൽ താരങ്ങളടക്കം മൗനം പാലിക്കുന്നതിന്റെ കാരണം എന്തോ അവർക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ മൗന അങ്ങനെ പല അസുഖങ്ങളുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടായിരിക്കാം. ഈ റിപ്പോർട്ട് 4.5 വർഷമാണ് വൈകിയത്. അതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് അച്ഛന്റെ ഉൾപ്പെടെ സംഭവങ്ങൾ പലതും വരികയും അങ്ങനത്തെ പല കാര്യങ്ങളുമാണ് ഇതിനകത്ത് കോൺടാക്ട് പറയുന്നത്. ഇത് മനഃപൂർവ്വം വൈകിച്ചതാണ്. ഏത് റിപ്പോർട്ട്? അല്ല, ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ട് ഇപ്പോൾ അച്ഛനെ സംബന്ധിച്ച് അച്ഛന് ഈ റിപ്പോർട്ട് വരുന്നതിന് എത്രയോ വർഷം മുമ്പ് അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കും. പക്ഷെ ഇപ്പോഴും അച്ഛനാണ് അതിനകത്ത് ഹൈലൈറ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ എന്താണ്, അത് കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലേ? ശരിയല്ലേ? വേറെ എന്താണ് അതിനെ പറ്റിയ വേറെ ആരും ഇല്ലേ എന്നുള്ളൊരു സംശയമാണ് അവിടെ വരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അച്ഛൻ ഇപ്പോഴും അതിനകത്തും അച്ഛനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ മറ്റേ ഡൽഹി വിനയന്റെ ആ ജഡ്ജ്മെന്റ് കോട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളതാണ്. എന്റെ പേര് ആ ജഡ്ജ്മെന്റിലുണ്ട്. എന്തോ എന്റെ മൊഴി എടുത്തില്ല, എനിക്കറിയില്ല. ഇല്ല, അതല്ലേ ഞാൻ പറഞ്ഞു, എന്റെ മൊഴി എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ അതിനകത്ത് പ്രതിസ്ഥാനത്താണുള്ളത്. അതും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. വരും എന്താണ് അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല.